മുംബൈയിൽ വിനോദസഞ്ചാരികളുമായി യാത്ര തിരിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. 35 യാത്രക്കാരുമായി പോയ ബോട്ട് ഗേറ്റ്വേ ഓഫ് ഇന്ത്യക്ക് സമീപം തല കീഴായി മറിയുകയായിരുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി പ്രേംലാൽ കൂടി ചേരുന്നുണ്ട്. പ്രേംലാൽ, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ സമഗ്ര വിവരങ്ങൾ എങ്ങനെ? രക്ഷാപ്രവർത്തനത്തിൽ ഇതുവരെ 20 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. 21 പേരെ കണ്ടെത്തി. ഇതിലൊരാൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. മുംബൈയിലെ ഐക്കോണിക് കേന്ദ്രമായ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫന്റ ദ്വീപിലേക്ക് പോകുന്ന ഒരു ഫെറി ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. വിനോദസഞ്ചാരികളുമായി പോകുകയായിരുന്ന ബോട്ടാണ് തല കീഴായി മറിഞ്ഞത്. സംഭവത്തിൽ ഒരാൾ മരിച്ചു. ഇതുവരെ 21 യാത്രക്കാരെയാണ് കണ്ടെത്തിയത്. ഏകദേശം 30 മുതൽ 35 യാത്രക്കാർ വരെ ഈ ഫെറിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. മുംബൈ പോലീസ്, ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കൂടാതെ 3 പോലീസ് ബോട്ടുകളും മത്സ്യബന്ധന ബോട്ടുകളും സഹായത്തിനായി എത്തിയിട്ടുണ്ട്. തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുത്തിയവരെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചാണ് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കിയിരിക്കുന്നത്. ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫന്റ ദ്വീപിലേക്കുള്ള ഗുഹകളുണ്ട് അവിടെ. ഈ ഗുഹകൾ സന്ദർശിക്കാനായിട്ട് ദിവസേന ഫെറി സർവീസ് ഉണ്ട്. അതിലൊരു ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഉറാനിനും കരഞ്ചേരിക്കും സമീപം നീലക്കമ്മൽ എന്നൊരു ബോട്ടാണ് മറിഞ്ഞത്. 21 പേരെയാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. കൃത്യമായ എണ്ണം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഏകദേശം 30 മുതൽ 35 വരെ യാത്രക്കാരാണ് ഫെറിയിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അപകടം ഉണ്ടാകാനുള്ള കാരണം ഇനിയും വ്യക്തമല്ല.